നിർണായക നയം മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച് കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ നിക്ഷേപത്തിന് പാർട്ടി പച്ചക്കൊടി വീശിയിരിക്കുന്നു. PPP മാതൃകയിലായിരിക്കും പൊതുമേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരിക. സർക്കാർ സേവനങ്ങൾക്ക് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ചാർജ് ഈടാക്കുന്നതിൽ തെറ്റില്ല എന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് കടുത്ത അവഗണനയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിന് കൂടുതൽ വിഭവ സമാഹരണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവുക, ആ വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം പണം ആവശ്യമാണ്. അതിനുള്ള മാർഗമാണ് രേഖ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. മൂലധന നിക്ഷേപങ്ങൾ ഏത് തരത്തിലായാലും സ്വീകരിക്കുക എന്നതാണ് നവകേരള രേഖ മുന്നോട്ടേക്ക് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട്. ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപങ്ങളെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനു വേണ്ടി, ജനങ്ങളുടെ താല്പര്യത്തിനു വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ചേർന്നും നാടിൻ്റെ പൊതുവായ വികസനത്തിന് കൈകോർക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. സ്റ്റെഫിൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, നിർണായകമായി സുപ്രധാനമായ ഒരു നയംമാറ്റമാണ് ഇതിപ്പോൾ. ഇങ്ങനെ ഒരു നയംമാറ്റം വരുമ്പോൾ മൂന്നാം ഊഴം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നയംമാറ്റം എന്ന് വേണമോ കരുതാൻ? സത്യപ്രഭ, തീർച്ചയായിട്ടും ഈ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന് CPM അവതരിപ്പിക്കുന്ന നയരേഖ തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൂടിയാണ് ഈ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഈ സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിലടക്കം ഹൈലൈറ്റ് ആയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. അത് ഒന്ന്, ഈ സ്വകാര്യവൽക്കരണത്തിനുള്ള ഒരു പച്ചക്കൊടി CPM നൽകുന്നു എന്നുള്ളതാണ്. കാരണം അത് കൃത്യമായി അവരുടെ നയംമാറ്റത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൃത്യമായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരും. അത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമായി വരുന്നതെന്നൊക്കെ പറയുമ്പോഴും അത് ഒരു നയമാറ്റത്തിൻ്റെ, ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് തന്നെയാണ് CPM എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട പല തരത്തിലുള്ള വിമർശനങ്ങളാണ്. അതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് സമ്മേളനത്തിൽ കൂടുതലായി ഉയർന്നു വന്നത്. അതേസമയം തന്നെ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞ മുൻ സമ്മേളനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിപരമായ ഒരു വിമർശനത്തിലേക്ക് പാർട്ടി സെക്രട്ടറി എത്തിയിരുന്നില്ല. പക്ഷേ അത്രത്തോളം ദുർബലനാകുന്നു പാർട്ടി സെക്രട്ടറി എന്ന് പ്രതീതി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഉയരുന്നു, നേതൃത്വത്തിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയെ കാണേണ്ടത്. കാരണം കണ്ണൂർ ലോബിയാണ് ഇപ്പോൾ പാർട്ടിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടുതലുള്ളത് കണ്ണൂരിൽ നിന്നുള്ള ആളുകളാണ്, നേതാക്കളാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സെൻറ്ററുകൾ നോക്കിക്കഴിഞ്ഞാലും കേന്ദ്ര കമ്മിറ്റിയിലും അതോടൊപ്പം സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും മറ്റ് സ്ഥാനമാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും കൂടുതലായി എത്തുന്നത് കണ്ണൂരിൽ നിന്നുള്ള ആളുകളാണ്. അത് വലിയ തോതിലുള്ളൊരു വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടിൽ മന്ത്രിമാരെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുവെങ്കിൽ അത് ചർച്ചയിലേക്ക് എത്തുമ്പോൾ മന്ത്രിമാരുടെ വീഴ്ച ഓരോന്നും അക്കമിട്ട് ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ പാർട്ടിക്കുണ്ടായ, അല്ലെങ്കിൽ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയ്ക്കുണ്ടായ വീഴ്ച, അത് പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് എല്ലാം കടുത്ത വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും വിമർശനാത്മകമായ പ്രതിനിധി സമ്മേളനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയും ഈ വിഷയത്തിൽ ചർച്ചകളുണ്ടാകും, ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന നയരേഖയിൽ ചർച്ച നാളെയാണ് നടക്കുന്നത്. അതിനുള്ള മറുപടി മറ്റന്നാളാണ്. ഏതായാലും നാളെയും മറ്റന്നാളും വലിയ തോതിലുള്ളൊരു വിമർശനാത്മകമായ സമീപനമായിരിക്കും പ്രതിനിധി സമ്മേളനത്തിൽ ഉയരുക.